സംഗീത രംഗത്ത് 50 വർഷം പൂർത്തിയാക്കുന്ന പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബുവിനെ തിരൂരിലെ സംസ്കാര പെരുവഴിയമ്പലത്തിന്റെ നേതൃത്വത്തിൽ ആദരിക്കുന്നു. ഏപ്രിൽ 19, 20 തീയതികളിലായി ടൗൺ ഹാളിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക. സംസ്കാര ഫിറോസിയം ഈണത്തിന് 50 എന്ന പേരിലാണ് പരിപാടി ഒരുക്കുക. ഏപ്രിൽ 19 രാവിലെ 10 മണിക്ക് MP അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യും. റഫീഖ് അഹമ്മദ്, N ഷംസുദ്ദീൻ, S ഗിരീഷ്, P അഷറഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഫിറോസ് ബാബുവിൻ്റെ ഓർമ്മാനുഭവങ്ങളടങ്ങുന്ന ഗാനലോകവീഥികളിൽ എന്ന ആത്മകഥാപരമായ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കും. 11:30 ഫിറോസ് ബാബു ആലപിച്ച ഗാനങ്ങളുടെ മത്സരവും നടക്കും. ഉച്ചയ്ക്ക് ശേഷം 2 ഒരുക്കുന്ന സൗഹൃദ സംഗമം ഫിറോസ് ബാബുവും സഹപാഠികളും എന്ന സെഷൻ KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്യും. 3:30 മാപ്പിളപ്പാട്ടിലെ സംഗീതവും സാഹിത്യവും എന്ന പേരിൽ സെമിനാർ ഒരുക്കും. കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 തിരൂരിലെ സാംസ്കാരിക നായകൻ സെൽറ്റി തിരൂരും ഫിറോസ് ബാബുവും ക്ലബ്ബ് ഓർമ്മകളിലൂടെ ഒരുക്കും. ശേഷം കേരളത്തിലെ പ്രശസ്തരായ മാപ്പിളപ്പാട്ട് ഗായകർ അവതരിപ്പിക്കുന്ന മെഗാ മാപ്പിളപ്പാട്ട് ഷോയും അരങ്ങേറും. 2ാം ദിവസം വൈകിട്ട് ഫിറോസ് ബാബുവിൻ്റെ ജീവിതവും സംഗീതവും ആവിഷ്കരിക്കുന്ന സ്വരസാന്ദ്രം ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കും. 5 ബേബീസ് ഓർക്കസ്ട്രയുടെ പുനരവതരണം, 6 രാവിൻ നിലാവ് ഗസൽ പ്രോഗ്രാം എന്നിവ നടക്കും. 6:30 മുതൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി V അബ്ദുറഹ്മാൻ ഫിറോസ് ബാബുവിനെ ആദരിക്കും. MLA മാരായ കുറുക്കോളി മൊയ്തീൻ, P നന്ദകുമാർ, ദലീമ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 7:30 കേരളത്തിലെ സെലിബ്രിറ്റി സിംഗേഴ്സ് ഒന്നിക്കുന്ന ഗാനവിരുന്നും അരങ്ങേറും. എല്ലാ പരിപാടികളിലേക്കും പ്രവേശനം സൗജന്യമാണ്. തിരൂർ നഗരം എന്നും സംഗീതത്തിനെ സ്നേഹിച്ച, നാടകത്തിനെ സ്നേഹിച്ച, കലയെ സ്നേഹിച്ച ഒരു ജനവിഭാഗമാണ് ഇവിടെയുള്ളത്. അത് കേരളത്തിൽ ആ ഒരു പ്രത്യേകത തിരൂർക്കാർക്കുണ്ട്. അതിവിടെ ചെന്നാലും എല്ലാവരും പറയും. ഇത് ബാബുരാജിൻ്റെ നാട്, കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ നാട്, വിൻസെൻ്റ് മാഷിൻ്റെ നാട്, തിരൂർ ഷാ ഉസ്താദിൻ്റെ നാട് തുടങ്ങി കേരളത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ വിത്ത് പാകിയവരാണ്. അതിൽ നിന്നാണ് 100 കലാകാരന്മാർ ഇന്നും കേരളത്തിലുള്ളത്. ഇവരിൽ നിന്നും പഠിച്ചവരാണ് പ്രധാനമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രഭവ കേന്ദ്രമാണ് നമ്മുടെ തിരൂർ. അപ്പോൾ അവിടെ ഒരു കലാകാരനെ ആദരിക്കുന്നതിലൂടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാരമാണ്. ഈ തിരൂരിൻ്റെ ഒരു സംസ്കാരത്തിന് അതിൻ്റെ വേരുകൾ കണ്ടെടുത്ത് ഈ കലാകാരനെ ആദരിക്കുന്നതിലൂടെ സംസ്കാര പെരുവഴമ്പലവും ഇവിടുത്തെ സാധാരണക്കാരും എല്ലാ പൗരാവലിയും ചേർന്നുകൊണ്ട് ഈ കലാകാരനെ ആദരിക്കുന്നതിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഈ കലയെയും കലാകാരനെയും ബഹുമാനിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിനെ മുറുകെ പിടിക്കുകയാണ്. അതിനെ വീണ്ടെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഒരു കുടക്കീഴിലെന്ന പോലെ അണിനിരത്തിക്കൊണ്ട് വളരെ വിപുലമായൊരു പരിപാടിയാണ് സംസ്കാരിയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ MP അബ്ദുസമദ് സമദാനി MP ആണ്. ഈ ഒരു പരിപാടിക്ക് ശേഷം ഖൽബിലെ പാട്ടുകൾ എന്നറിയപ്പെടുന്ന ഒരു സംഗീത പരിപാടിയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിറോസ് ബാബു ആലപിച്ച ഏകദേശം 35ഓളം ഗാനങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായി ആലപിച്ചിട്ടുണ്ട്. അതിൽ നിന്നും 15 ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് ആ 15 ഗാനങ്ങൾ ദർശന TV കുട്ടിക്കുപ്പായം എന്നറിയപ്പെടുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഗായകന്മാർ ആണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ആ മത്സരത്തിലെ വിജയികൾക്ക് 1, 2, 3 വിജയികൾക്ക് സമ്മാനങ്ങളും ക്യാഷ് പ്രൈസും സംസ്കാരയുടെ നേതൃത്വം നടക്കുന്ന ഈ പരിപാടി നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂർ. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.